വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണപരീക്ഷ വരുന്നുണ്ടോ നിങ്ങളെ അതിൻ്റെ മോഡലുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെയൊക്കെ ആയിരിക്കും, ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം കേട്ടോ, നമുക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് അതിൻ്റെ മോഡൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആക്ടിവിറ്റി 1 എന്ന് തന്നിട്ട് അതിൻ്റെ AB എന്നും പറഞ്ഞ് നോക്കിക്കേ. റൈറ്റ് ഇൻ ടു ഹൗ മെനി ഡിവിഷൻസ് ദ വിജയനഗര കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു 4 അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എ നിട്ടിട്ട് അങ്ങനെ തരും. ബി നിട്ടിട്ട് ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ വിജയനഗര വെയർ നോണോസ്. മനസ്സിലായോ? എ നിട്ടിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. ബി നിട്ടിട്ട് 1 നമ്പർ ഇട്ടിട്ടാണ്. ആക്ടിവിറ്റി 1 ആണ് കണ്ടോ, ആക്ടിവിറ്റി 1 AB എന്നാണ് തരുന്നത്. അപ്പോൾ 1 നമ്പർ 1 ഇട്ടിട്ട് എന്ന് നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ എഴുതണം. ബിന്ന് നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ എഴുതണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? റൈറ്റ് ഇൻ ടു ഹൗ മെനി ഡിവിഷൻസ്. അതിൻ്റെ മലയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഭരണകാര്യത്തിനായി വിജയനഗര രാജ്യത്തെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു. മലയാളം മീഡിയക്കാർ കണ്ടോ നിങ്ങളെ? ഭരണകാര്യത്തിനായി വിജയനഗര രാജ്യത്തെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു, അത് ഏതെല്ലാമാണ്, എത്രയൊക്കെയാണ്? റൈറ്റ് ഇൻ ടു ഹൗ മെനി ഡിവിഷൻസ് ദ വിജയനഗര കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു 4 അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഏതൊക്കെയാണ്? ദർ ആർ 4 ഡിവിഷൻസ്. ദേ ആർ ഏതെല്ലാം? മണ്ഡലം, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ. അത് ഇംഗ്ലീഷ് മീഡിയം, ഇത് നമ്മൾ നേരത്തെ എഴുതാത്തവർ വേണമെങ്കിൽ എഴുതിയെടുത്തോണേ നിങ്ങളെ. മലയാളം ഉണ്ട്, അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. എഴുതാത്തവർ എവിടാണോ അത് പോസ് ചെയ്തിട്ട് അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. മോഡൽ നമ്മൾ എളുപ്പം പറയുകയാണ്. അതുപോലെ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ വിജയനഗര വെയർ നോണസ്. മിലിറ്ററി കമാൻഡേഴ്സ് എന്ന് വെച്ചാൽ വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികളെ അറിയപ്പെടുന്ന പേരെന്താണെന്ന്. വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെടുന്നത് അമരനായകന്മാർ എന്നാണ്. ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ വിജയനഗര വെയർ നോണസ് എന്താണ്? അമരനായകാസ്. മനസ്സിലായോ? അതാണ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്രയാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ എ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ, ബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ. മലയാളം മീഡിയം കണ്ടോ? ഇതിനി ഞാൻ പറയണ്ടല്ലോ, അങ്ങനെ തന്നെ അങ്ങ് എഴുതിക്കോണം കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 1 മനസ്സിലാക്കണേ നിങ്ങളെ. രണ്ടാമത്തെ നോക്കിയേ. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനം സൂഫിയെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരെ അതിൻ്റെ ഓൾറെഡി ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇനി എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ടോ നിങ്ങളെ, എൻ്റെ നോട്ട് എല്ലാം ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഇതിനകത്ത് ഈ ലിങ്കിൽ തന്നെ ഓടിച്ചിട്ടൊന്ന് പറയുന്നുണ്ട്. കിട്ടാത്തവർ അത് എളുപ്പം പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് എളുപ്പം നമുക്കിത് പറയാം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം കേട്ടോ. സൂഫികളുടെ താമസ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് ഖാൻഗാഹുകൾ എന്നാണ് കേട്ടോ. സൂഫികളുടെ താമസ സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത്, പേര് പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിലും മലയാളംകാർ മലയാളത്തിലും പേരോർത്തോണേ. ഖാൻ ഗാഹുകൾ. എന്താണ് ഈ ഖവാലികൾ എന്ന് വെച്ചാൽ? ഇഖായാണ്. ഖവാലികൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ? സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളെയാണ് ഖവാലികൾ എന്ന് അറിയപ്പെടുന്നത്. അത് നമ്മുടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഇനി ഞാൻ അത് ഇംഗ്ലീഷിലോട്ട് എഴുതിയില്ല. എന്താ നിങ്ങളെ? സൂഫി കേന്ദ്രങ്ങളുണ്ടല്ലോ, ആ കേന്ദ്രങ്ങളിൽ സമ എന്ന ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഒരു ഭക്തി ഗാനങ്ങളാണ് ഖവാലികൾ എന്ന് അറിയപ്പെടുന്നത്. സൂഫി വിഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ആ സൂഫി വിഭാഗങ്ങൾ സിൽസിലകൾ എന്നാണ് കേട്ടോ. സിൽസില. അപ്പം രണ്ടാമത്തെ ആക്ടിവിറ്റി അതാണ്. ഇത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് കണ്ടോ ഇത് ഇത്രയും അങ്ങ് പോസ് ചെയ്ത് പഠിക്കണേ കേട്ടോ. അടുത്ത് നോക്കൂ നിങ്ങളെ. എ പാർട്ട് ഫ്രം ആക്ടിവിറ്റി 3 ആണ്. എ പാർട്ട് ഫ്രം വുമൺ ട്രാൻസ്ജെൻഡേഴ്സ് ആൾസോ സഫർ ഫ്രം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അങ്ങനെ തന്നിട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ട്രാൻസ്ജെൻഡർ? വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് മൈനോറിറ്റി? ഇതിൻ്റെ എല്ലാം ആൻസർ നമ്മൾ എഴുതണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. എന്താ നിങ്ങളെ? ട്രാൻസ്ജെൻഡർ persons means a person whose gender does not match with the gender assigned to that person at birth. This includes trans men or trans woman. മനസ്സിലാവുന്നുണ്ടോ? അത് എഴുതിയെടുക്കണേ. എ ടേം അപ്ലൈഡ് ടു ഗ്രൂപ്പ് ദാറ്റ് ആർ ഫ്യൂ ഇൻ ദ ടോട്ടൽ പോപ്പുലേഷൻ. എന്താണ് മൈനോറിറ്റി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബി ആൻസർ. അപ്പോൾ എയും ബിയും ഇത് എഴുതണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എഴുതിയെടുക്കണേ. ഇതിൻ്റെ മലയാളം നോക്കണം. ഇംഗ്ലീഷുകാർ ഇത് അതുപോലെ എഴുതിയെടുക്കണം. ഇനി മലയാളംകാർക്ക് അതിൻ്റെ അർത്ഥം നോക്കിയേ. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗവിവേചനം അനുഭവിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? മൈനോറിറ്റി അല്ലെ, ന്യൂനപക്ഷം എന്ന പദം കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ട്രാൻസ്ജെൻഡർ എന്നാൽ ജനന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്താ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്?
ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗവിവേചനം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ജെൻഡർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ട്രാൻസ്ജെൻഡർ എന്നാൽ ജനന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് എന്നാണ് അർത്ഥം. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ട്രാൻസ് എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുമെന്ന്. ഇനി ന്യൂനപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ, മൊത്തം ജനസംഖ്യ എടുക്കുമ്പോൾ അതിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് ന്യൂനപക്ഷം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എഴുതിയെടുക്കണേ. ഓക്കെ ആണേ? ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് എഴുതിയെടുക്കണം, മലയാളംകാർ ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്ന നമുക്ക് എല്ലാ ക്വസ്റ്റിനും ഒന്ന് ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടിയാവും നിങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 5 നോക്കിയേ. അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ. അത് നമ്മൾ അക്ബറിനെ കുറിച്ചൊക്കെ പഠിച്ചതാ. വാട്ട് പ്രൂവ്ഡ് that Akbar followed tolerance in the administrative field? A ആണ്. B O, who were the prominent personalities, those who held high positions in the royal court of Emperor Akbar? നോക്കിയ ചോദ്യം. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ആരാണ്? നമ്മുടെ അക്ബർ. അപ്പോൾ ഒന്നാമത്തെ എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് വാട്ട് പ്രൂവ്ഡ് ദാറ്റ് അക്ബർ ഫോളോഡ് ടോളറൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അക്ബർ ഭരണരംഗത്ത് സഹിഷ്ണുതാ നയം, ടോളറൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ്, അഹിംസ, അക്ബർ ഭരണരംഗത്ത് സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് എന്താണ് തെളിവ്? Who were the prominent personalities, those who held high positions in the royal court of Emperor Akbar? അപ്പോൾ ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. ദ അബോളിഷൻസ് ഓഫ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് ജസിയ. അല്ലെ? എന്താ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ആരാണ്? നമ്മുടെ അക്ബറാണ്. അതുപോലെ ഇതിന് രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെ അല്ലെ അക്ബർ ചക്രവർത്തിയുടെ രാജ്യസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നത് ആരൊക്കെയാണ്? അത് നമ്മൾ നേരത്തെ പഠിച്ച രാജ ടോഡർമാള്, രാജ മാൻസിംഗ്, രാജ ഭഗത് സിംഗ്, ബീർബല് എന്നിവരാണ്. അപ്പം ഇംഗ്ലീഷും മലയാളവും എഴുതിയെടുക്കണം. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് മലയാളക്കാരെ മലയാളത്തിൽ അതെടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷും എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ആക്കി കാണിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രവർത്തനം 5 അല്ലെങ്കിൽ ആക്ടിവിറ്റി 6 ഇങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങൾ ആരെല്ലാമാണ്? അവരൊക്കെ ഏത് സ്ഥലക്കാരാണ്? നോക്കിക്കേ. മീരാഭായി ഉണ്ട്, കാരക്കൽ അമ്മയാറുണ്ട്, ഫഹീനാഭായി ഉണ്ട്, ലാൽദേവ് ഉണ്ട്. ഈ പേരിൽ തന്നെ അറിയാം ഇതൊക്കെ ഏതൊക്കെ സ്ഥലക്കാരാണ്. മീരാഭായി ഏതുകാര്? ഇതിൻ്റെ 1, 2, 3 ഈ സൈഡ് ഇങ്ങനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ മീരാഭായി രാജസ്ഥാനാണ്. ഭായ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഭായികളൊക്കെ രാജസ്ഥാനാണ്. പിന്നെ ഇത് നമുക്ക് അമ്മയാറൊക്കെ എപ്പോഴും ഇടാം, തമിഴ്നാട്ടുകാരാണ്. ഈ സ്ഥലപ്പേരാണ് ഞാനീ പറയുന്നത്. പിന്നെ ഫഹീന ഭായ്, ഇതും ഒരു ഭായിയാ. ഇത് എവിടെ? മഹാരാഷ്ട്രയാണ്. പിന്നെ ലാൽഭേദ് കാശ്മീരുമാണ്. അപ്പം നിങ്ങൾ ആ ആൾക്കാരുടെ പേരും സ്ഥലപ്പേരും നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അവരുടെ കേട്ടോ, അത് പഠിക്കണേ. അടുത്ത ആക്ടിവിറ്റി 9, കൾച്ചറൽ മൂവ്മെന്റ് ദാറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്, ദാറ്റ് ഈസ് ഭക്തി മൂവ്മെന്റ്. ദാറ്റ് റൈറ്റിംഗ് ഓഫ് ദ അൽവാർസ് came to be known as the writing of the Nayanars were ടൈറ്റിൽ ഡസ്. അതായത് നോക്കിയ ആക്ടിവിറ്റി ആദ്യമേ ഇത്രയും തരും. എന്തുവെന്നറിയാം? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് നമ്മുടെ ഭക്തി പ്രസ്ഥാനം. അതിന് സംശയമില്ലല്ലോ, ഭക്തി മൂവ്മെന്റ്. ഈ ഭക്തി മൂവ്മെന്റിൽ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ആഴ്വാർമാർ കെയിം ടു ബി നോൺ ആസ് റൈറ്റിംഗ്. അവരെന്താ എഴുതിയിരുന്നത്? 4000 ദിവ്യ പ്രബന്ധം എന്നാണ്. എന്താ നിങ്ങളെ? 4000 ദിവ്യ പ്രബന്ധം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് കണ്ട് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. 4000 ദിവ്യ പ്രബന്ധം. പിന്നെ ദ റൈറ്റിംഗ് ഓഫ് ദ നയനാർസ് വെയർ ടൈറ്റിൽ. നയനാർസിൻ്റെയോ? തിരുമുറൈകൾ ആരുടെ തിരുമുറൈകളാണ് കേട്ടോ. നായനാർമാർസുടെ തിരുമുറൈകളുമാണ്. അൽവാർസിൻ്റെ 4000 ദിവ്യ പ്രബന്ധം. തിരിഞ്ഞു പോകല്ലേ, ഇതൊക്കെ നല്ലപോലെ അറിയണം. ഇച്ചിരി കട്ടിയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ചോ എങ്ങനെയോ നിങ്ങൾ അത് പഠിച്ചിരിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, 3, 4 എന്നും പറഞ്ഞാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. ഏതെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻ തന്നിട്ട് 8 എണ്ണം എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ചാടി കയറി നിങ്ങളങ്ങ് എഴുതരുത്. നല്ലപോലെ ആലോചിച്ചിട്ട് നല്ലപോലെ അറിയാവുന്നതാണ് എഴുതേണ്ടത്. ഇനി നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് എളുപ്പം ഞാൻ ഒന്ന് വായിക്കാം. നോക്കിയേ.
1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526? ബാബറാണ്. ഭരണാധികാരികളുടെ പേരുകൾ: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. മുഗൾ ഭരണം വ്യാപിച്ച രാജ്യങ്ങൾ. ഫൈൻഡ് ഔട്ട് ലിസ്റ്റ് എക്സിസ്റ്റിംഗ് കൺട്രീസ് വെയർ ദ മുഗൾ ഹാഡ് എക്സ്റ്റെൻഡഡ് ദെയർ റൂൾസ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. എന്താണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്? ഇൻ 1526 എബ്രഹാം ലോധി, ദ ലാസ്റ്റ് റൂളർ of the Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. This battle is referred as the first battle of Panipat. എഴുതാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് കാണിക്കുന്നത്. എഴുതാത്തവർ എഴുതിയെടുക്കണേ. അതായത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ എബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് അറിയപ്പെട്ടു. അക്ബറിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കി. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഓക്കെ, മലയാളമാണ്. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. He administered equal justice without any distinctions of high, low, caste, familiar, unfamiliar. He considered Hindu, Muslims, Christians alike. He treated the strong with force and he weak with mercy. ഇംഗ്ലീഷിൻ്റെ എഴുതിയെടുക്കണം. ഇത് ഞാൻ 3-4 വട്ടം ലിങ്ക് ഇട്ടതുകൊണ്ടാണ്, കിട്ടാത്തവർക്ക് വേണ്ടി മാത്രം. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ദിൻ ഇ ഇലാഹി. എല്ലാവർക്കും സമാധാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ അത് മാത്രം ചോദിക്കാം. ദിൻ ഇലാഹിയുടെ അർത്ഥം എന്താണ്? എല്ലാവർക്കും സമാധാനം. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയസ് അക്ബർ ക്രിയേറ്റഡ് ദിൻ ഐ ഇലാഹി, പീസ് ടു ആൾ. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഹൂ വെയർ പ്രൊമിനന്റ് എമംഗ് ദോസ് ഹൂ ഹെൽഡ് ഹൈ പൊസിഷൻസ് ഇൻ ദ റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ: രാജ തോഡർമാർ, രാജ മാൻസിംഗ്, രാജ ഭഗവത് സിംഗ് ആൻഡ് ബീർബൽ. ഇപ്പം നമ്മൾ പറഞ്ഞ അല്ലേ, ഹൂ അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കാൾഡ്. അതും പറഞ്ഞ ജസിയയെ കുറിച്ച് അറിയണേ കുഞ്ഞുങ്ങളെ. ജസിയ പേരുൾപ്പെടെ എഴുതാൻ അറിയണേ. അടുത്ത മുഗൾ ആർമിയെ കുറിച്ച്, അതായത് മാൻസബ്ദാരി ഉറപ്പായിട്ടും ചോദിക്കുന്ന. മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റംസ് ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ടു എക്സ്പാൻഡ് കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വ്യത്യസ്തമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. അക്കോർഡിംഗ് ടു ദീസ് സിസ്റ്റംസ് ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം. ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. ദ ടൈറ്റിൽ മാൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ എന്ന പദവി സൂചിപ്പിക്കുന്നത്. ദ റാങ്ക് ഓഫ് ദ മാൻസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു അവർ ഓരോരുത്തരെയും നിലനിർത്തിയിരുന്നത്. അപ്പോൾ മാൻസബ്ദാരിയെ കുറിച്ച് നല്ലപോലെ അറിയണേ. ടെസ്റ്റിലും കിടപ്പുണ്ട് കേട്ടോ. ടെസ്റ്റിലെ നിങ്ങൾ പഠിച്ചതെങ്കിൽ അതങ്ങ് പഠിച്ചാൽ മതി. ഇപ്പം ഇത് ഞാൻ തരുന്നത് തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് തന്നെ അത് എഴുതി വെക്കണേ നിങ്ങളെ പേപ്പറിൽ. മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു? മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്ന ഒരു ഭരണക്രമം തന്നെ രൂപപ്പെടുത്തിയിരുന്നത്. ഇത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്ന. അതായത് അക്ബറിന്റെ കാലത്ത് നടത്തിയ മുഗൾ ഭരണ രീതികൾ: ഒന്നാമത്തെ തട്ടിൽ സുബ, 2 സർക്കാർ. അതൊരു ബോക്സ് കണ്ട ഒരു പിരമിഡ് പോലെ എടുത്തിരിക്കുന്നത്. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്ന ഒരു ഭരണക്രമം തന്നെ രൂപപ്പെടുത്തിയിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും നമ്മുടെ ചക്രവർത്തിയായിരുന്നു. ഏത് ചക്രവർത്തിയാണ്? അക്ബർ കേട്ടോ. നീതിയും ന്യായവും അറിയാനായി പ്രത്യേകതരം കോടതി തന്നെ ഉണ്ടായിരുന്നു. തീരുമാനത്തിൽ എന്തെങ്കിലും അതൃപ്തിയുള്ളവർ ഈ ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാമായിരുന്നു. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തത്. ഹൂ ഫൗണ്ട് ദ വിജയനഗര കിങ്ഡം? The Vijayanagara was founded in 1336 CE by the brothers Harihara and Bukha. വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാമാണ്?
എത്ര 1336 ഹരിഹരൻ ബുക്കർ എന്നീ സഹോദരങ്ങളാണ് നടത്തിയത്. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം. വിജയനഗരയെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് വേണം പോകാൻ, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് വിജയനഗരം. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ മതങ്ങളെയും ഒരുപോലെ അദ്ദേഹം പരിഗണിച്ചിരുന്നു. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കോട്ടകളും അദ്ദേഹം പണി കഴിപ്പിച്ചു. അപ്പം മലയാളംകാരത് അതുപോലെ തന്നെ പഠിക്കണം കുഞ്ഞുങ്ങളെ. ദേവരായരെ കുറിച്ചും വിജയനഗരയെ കുറിച്ചും ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത വിജയനഗര കിങ്ഡം. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, മലയാളമാണ്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷുകാരൻ നോക്കിക്കേ. വിജയനഗര കിങ്ഡം. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE by the brothers ഹരിഹര ആൻഡ് ബൂക്ക. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. പിന്നോ Vijayanagara was the name of both a city and a kingdom. A lot of construction work were carried out during his region. Compare the religious policies of Akbar and Krishnadevaraya. This is very important. All religions were treated equality by Akbar and Krishnadevaraya. The peoples of different religions were allowed to follow their belief freely. Both rulers have religious tolerance, respect for ഡൈവേഴ്സിറ്റി. ഈ 5 ഇതിൻ്റെ ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുവാ, കമ്പയർ ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ എന്ന് വെച്ചാൽ എന്താ, അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് പരിഗണിച്ചിരുന്നു. പല മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും വിശ്വാസങ്ങൾ സ്വതന്ത്രമായി തുടരാൻ അവർ തീരുമാനിച്ചു. രണ്ടുപേരും മതസഹിഷ്ണുത തുല്യമായിട്ട് കാണുന്ന രണ്ടുപേരായിരുന്നു. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമരനായകാസ്. എന്താ കുഞ്ഞുങ്ങളെ, അമരനായകാസ്. ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ ഈസ് നോൺ ആസ് അമരനായകാസ്. ആരാണ്? കൃഷ്ണദേവരായരുടെ മിലിറ്ററി കോർട്ടിലെ കമാൻഡേഴ്സിനെയാണ് അമരനായകാസ്. മുമ്പ് വൺ വേർഡിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇതെല്ലാം, ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് അമര ടു അമരനായകാസ്. രാജാവ് കുറച്ച് ഭൂമി ഈ അമരനായർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അലോട്ട് ചെയ്ത ഭൂമി, ഇങ്ങനെ കൊടുത്ത ഭൂമിക്ക് പറയുന്ന പേരാണ് എന്താ, അമര എന്ന് പറയുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. അമര എന്ന് പറയുന്ന ഭൂമിയുടെ ഭരണം ചെയ്യുന്നത് അമരനായകാസ് ആണ് കേട്ടോ. അത് ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഞാൻ പിന്നെ ഒന്ന് റഫായിട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അമരനായകാസിനെ കുറിച്ച് പഠിക്കണം നിങ്ങളെ. അടുത്ത ഇത് പരീക്ഷയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം കേട്ടോ, അതായത് നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി. ഡാഷ് കിങ്ഡം ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് വിക്ടറി. ഡാഷ് കിങ്ഡം ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് വിക്ടറി. ഏതാ? വിജയനഗരയാണ് കേട്ടോ. ഏത് രാജവംശമാണ് സിറ്റി ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നത്? വിജയനഗരയാണ്. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? കൃഷ്ണദേവരായ. ഒരു മാർഗിന്റെ ആണ്. വാട്ട് വേർ ദ 4 ഡൈനാസ്റ്റി ഓഫ് വിജയനഗര എംപയർ? 4 രാജവംശങ്ങൾ ചേർന്നത്. ഏതൊക്കെ 4 രാജവംശം? ഒന്ന്, എല്ലാത്തിനെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങളെ? സംഗമ വംശം. വംശത്തിനാണ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കേട്ടോ, അതറിയണേ. സംഗമ ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ സംഗമ വംശം. അതിനകത്തിൽ ആരൊക്കെയാണ്? ഹരിഹര, ബൂക്ക കേട്ടോ. ഇത് അറിയണേ, വൺ വേർഡിന് ചോദിക്കും കേട്ടോ. ഇതിനെ ഒന്ന് നിസ്സാരമായിട്ട് കരുത്, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സാലുവയ്ക്കകത്തിൽ ആരാണ്? നരസിംഹ സാലുവയാണ്. തുളുവായ്ക്കകത്തിലോ വീരനരസിംഹനും കൃഷ്ണദേവരായയും. അരവിടു എന്ന് പറയുന്നതിനകത്തിൽ ആരാ? തിരുമല, അതുപോലെ തന്നെ വെങ്കിട വണ്ണും കേട്ടോ. കൃഷ്ണദേവരായ ഈസ് ദ റൂളർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? ഏത് വംശത്തിലെയായിരുന്നു? തുളുവ വംശത്തിലെയായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ, എടുത്തെടുത്ത് ഞാൻ പറയുക. ഇതെല്ലാം പ്രധാനപ്പെട്ടാണ് ഈ ചാപ്റ്ററിലെ. പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, മിഡീവൽ ഇന്ത്യ അല്ലേ. നോക്കിയോ നിങ്ങളെ. ഒന്നാമത്തെ ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനം. എന്താ നമ്മൾ മുമ്പേ പറഞ്ഞതാ, എന്താ? ഭക്തി ഇസ് ദ ടോട്ടൽ സബ്മിഷൻസ് ഓഫ് വൺസ് ലൈഫ് to God. The idea and activities that arise out of ഭക്തി are known as ഭക്തി മൂവ്മെന്റ്. അതായത് ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്.
ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷുകാർ ഇത് എഴുതണം, മലയാളംകാർ ഇതും എഴുതണം കേട്ടോ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്? 3 മാർക്കിന്റെ ചോദ്യമാണ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ലവ് ആൻഡ് സബ്മിഷൻസ് ടു ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് എ വുമൺ, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം കൊടുക്കുക. ആക്സസ് ടു ആൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഈ 3 പഠിച്ചോ നിങ്ങളെ. ഈ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കേട്ട് പഠിച്ച് അങ്ങ് പോകണം കേട്ടോ. പക്ഷേ നോക്കിയിരിക്കല്ലേ, ഇത് എഴുതിയെടുത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരീക്ഷയുടെ നമുക്ക് അന്നേരം എടുത്ത് പഠിച്ചിട്ട് പോകാൻ നോട്ട് വേണേ കേട്ടോ. അന്നേരം ഈ മൊബൈലിൽ നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. നെറ്റ് ഇല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് നേരത്തെ എഴുതി വെക്കണേ. ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ് ദ ഭക്തി മൂവ്മെന്റ് പോപ്പുലർ? ഏത് സംസ്ഥാനത്താണ് ഭക്തി പ്രസ്ഥാനം ജനകീയമായത്? തമിഴ്നാടാണ് കേട്ടോ. ദ വേർഡ്സ് പെരുമാൾ തിരുമൊഴി വാസ് റിട്ടൺ ബൈ, പെരുമാൾ തിരുമൊഴി എഴുതിയത് ആരാണ്? കുലശേഖര അൽവാർ. എല്ലാത്തിൻ്റെയും മലയാളം നിങ്ങൾക്ക് വായിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ പറ്റാത്ത വാക്കുകളുടെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പം വായിക്കാൻ പറ്റത്തില്ലേ കുഞ്ഞുങ്ങളെ? കുലശേഖര അൽവാർ. നീ മലയാളം വായിക്കാൻ അറിയത്തില്ലേ? അതപ്പം ഞാൻ എൻ്റെ സൗണ്ട് കേട്ടെങ്കിലും പഠിക്കാൻ പറ്റത്തില്ലേ? ഇല്ലേ? നല്ല ബാസുള്ള സൗണ്ടല്ലേ, അത് കേട്ടെങ്കിലും പഠിച്ചുകൂടായോ നിങ്ങളെ? ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരെല്ലാം? മേജർ പോയിറ്റ് ഓഫ് ഭക്തി ആരാണ്? ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഡിവോട്ടീസ് ഭക്തി പ്രസ്ഥാനത്ത് ആരൊക്കെ? ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ഭക്തർ ആരാ? കുലശേഖര ആഴ്വാർ. പിന്നെ ആരൊക്കെയാ? പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാള്. വാറ് വരുന്ന എല്ലാം വിഷ്ണുവിലാണ് കേട്ടോ. ഇനി ഡിവോട്ടീസ് ഓഫ് ശിവഭക്തർ. ഡിവോട്ടീസ് എന്ന് വെച്ചാൽ ഭക്തർ നാട്ടോ, ഭക്തരെ. വിഷ്ണു ഭക്തന്മാർ ആരൊക്കെയാണ്? എല്ലാം വാറാണ് കേട്ടോ. യുദ്ധമായിരിക്കും അല്ലേ? വാർ എന്ന് വെച്ചാൽ യുദ്ധമല്ലേ അല്ല. അപ്പോൾ അത് ഓർത്തണേ, ക്ലൂ ഓർത്ത് വെച്ച് പഠിക്കേണ്ട കുഞ്ഞുങ്ങൾ അല്ലേ. ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഡിവോട്ടീസ് ഓഫ് ശിവഭക്തന്മാർ ആരൊക്കെയാണ്? കാരക്കൽ അമ്മയാർ. മുമ്പാളൊരു കാരക്കൽ അമ്മയാർ പറഞ്ഞായിരുന്നില്ലേ, തമിഴ്നാടിൻ്റെ. അതുപോലെ തന്നെ അപ്പർ, സമ്മന്തർ, സുന്ദരർ, പിന്നെ മാണിക്യവാസകർ, ഇതൊക്കെയാണ് കേട്ടോ. അത് ഇംഗ്ലീഷ് എഴുതണേ. അടുത്ത ഭക്ത പോയിട്ട് വെയർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോണസ്. ഭക്ത കവികളിൽ വിഷ്ണുവിൻ്റെ ഭക്തരെ എന്താണ് വിളിക്കുന്നത്? അൽവാർസ്. ഇമ്പോർട്ടൻ്റ് ആണേ. ഭക്ത പോയിട്ട് വെയർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ഭക്തരെ എന്താ വിളിക്കുന്നതെന്ന് വെച്ചാൽ അൽവാർസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശിവന്റെ ഭക്തരെ എന്ത് വിളിക്കും? നായനാർസ്. എന്താ നിങ്ങളെ? ഭക്ത പോയിട്ട് വേറെ ഡിവോട്ടീസ് ഓഫ് ശിവന്റെ ഭക്തരെ എന്ത് വിളിക്കും? നായനാർസ്. ഇനി എന്താണ് ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാവേദിയുടെ പേരാണ് അനുഭവ മണ്ഡപം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ, അത് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ബസവണ്ണ രൂപീകരിച്ച ഒരു ചർച്ചാവേദിയുടെ പേരാണ് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറംസ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. ഇനി അലാമ പ്രഭു ആൻഡ് അക്കാമ മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. Everyone was allowed to participate in the discussions irrespective of caste and gender. ഇംഗ്ലീഷ് ആണ്. ബസവണ്ണയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്രയും തന്നെ എഴുതണം. ആകെ 3 സെൻറ്റൻസേ ഉള്ളൂ. അത് ഞാൻ വലുതായിട്ട് എഴുതിയോണ്ട് നിങ്ങൾക്ക് തോന്നുക നിങ്ങളും ഇതുപോലെ തന്നെ 3 സെൻറ്റൻസ് എഴുതണം. അതായത് 12ാം നൂറ്റാണ്ടിൽ, മലയാളംകാർ നോക്കൂ നിങ്ങളെ, 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പിന്നെ ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരവും ലഭിച്ചു. 3 വരി കണ്ടോ? ബസവണ്ണയെക്കുറിച്ച് ഈ 3 വരി ഇംഗ്ലീഷുകാരും മലയാളംകാരും എഴുതിയെടുക്കണേ. ഇനിയെങ്കിലും അങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ. ഇനി കാരണം അടുത്ത ആഴ്ച പരീക്ഷയാണ്. മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെന്റ് ആർ ഗിവൺ ബിലോ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാ? ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദ ഒതന്റിക്കലി ഓഫ് ദ വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. എന്ന് വെച്ചാൽ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും അവർ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ മൊണോത്തിസം വാസ് എൻകറേജ്ഡ്. ഏകദൈവം, മോണോ എന്ന് വെച്ചാൽ ഒന്നെന്നാണ്. മൊണോത്തിസത്തെ അവർ എന്ത് ചെയ്തു? ഏകദൈവ വിശ്വാസത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു.
കൺവിൻസ്ഡ് ദ പീപ്പിൾസ് അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാര്യേജ് ആൻഡ് എൻകറേജ്ഡ് മാര്യേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാര്യേജ്. ശൈശവ വിവാഹത്തെ അവർ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം അല്ലെ വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ശൈശവ വിവാഹത്തെ അവർ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹവും അതുപോലെ തന്നെ വിധവാ വിവാഹവും എന്നിവയെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്താണ്? മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയാ? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളെയും പ്രമാണികളെയും ഒക്കെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഓരോ ദൈവത്തെ വിശ്വസിച്ചാൽ മതി എന്നവർ പറഞ്ഞു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവവിവാഹത്തെ എല്ലാം കുട്ടികളെ എല്ലാം കല്യാണം കഴിക്കുന്നത് അതെല്ലാം ശൈശവവിവാഹത്തെ അവർ എതിർക്കുകയും പ്രായപൂർത്തിയായവർ കല്യാണം കഴിച്ചാൽ മതി, അതുപോലെ തന്നെ വിധവയായിട്ട് നിൽക്കുന്നവർക്ക് വീണ്ടും കല്യാണം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം അവരെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. അടുത്ത മനുഷ്യസ്നേഹവും സമത്വം ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? ബസവണ്ണയുടെ മെസ്സേജുകൾ എന്തെല്ലാം കുഞ്ഞുങ്ങളെ? ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് ദ നേഷൻസ് വിൽ പ്രോസ്പർ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഓക്കെ, ആൾ ഹ്യൂമൻസ് ബീങ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും അത് മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ ഈശ്വര ആരാധനയ്ക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇൻ്റർമീഡിയറീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്ന് 3 കാര്യങ്ങൾ നമ്മുടെ ബസവണ്ണയുടെ സന്ദേശങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഞങ്ങൾ ഓരോന്നും വ്യക്തമായിട്ട് പഠിക്കണേ, തിരിഞ്ഞു പോകല്. അതായത് ചിന്തയും പ്രവൃത്തിയും നന്നായാൽ എല്ലാ രാഷ്ട്രങ്ങളിലും ഉയർച്ച നേടും അല്ലേ? ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവരുടെ അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് അങ്ങനെ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മുടെ ബസവണ്ണയുടെ സന്ദേശം. ഓക്കെ, അടുത്ത 3-ാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ. What ideas did Gandhiji wish to have in the future constitutions of India? ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? സോവറിനിറ്റി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, സെക്യുലാരിസം, പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം തുടങ്ങിയവ. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്ററി ഡെമോക്രസി, പാർലമെന്ററി ജനാധിപത്യ ഭരണം. പോപ്പുലർ സോവറിനിറ്റി, ജനങ്ങളുടെ പരമാധികാരം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. റൂൾസ് ഓഫ് ലോ, നിയമവാഴ്ച. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതുപോലെ ഫെഡറലിസം, പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. അതിൻ്റെയൊക്കെ മലയാളവും ഇംഗ്ലീഷും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഏതൊരു 9 എണ്ണത്തോളം ഉണ്ട്. ഏതാണ്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ? ഞാനത് എഴുതാഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചോണേ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1-ാം സ്വാതന്ത്ര്യ സമരം. ഇപ്പം നിങ്ങളുടെ 1-ാമത്തെ ചോദ്യം ചോദിക്കുക, എന്നാ നിങ്ങളെ ഈ 1-ാം സ്വാതന്ത്ര്യ സമരം എന്നാ? ഫസ്റ്റ് വേൾഡ് വാർ എന്നായിരുന്നു? 1857. മറക്കല്ലേ. 1-ാം സ്വാതന്ത്ര്യ സമരം നടന്ന ഫസ്റ്റ് വേൾഡ് വാർ 1857. നിസ്സാര കാര്യങ്ങളൊന്നും തെറ്റിക്കല്ലേ. ഒരു മാർഗം. ദ ഫസ്റ്റ് മാസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂള്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ, അതായത് 1935 സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മലയാളംകാരെ നോക്കിക്കേ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ വന്നു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു എന്നിവയാണ് ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷത. മലയാളം കണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷ് നോക്കിക്കേ. അതായത് ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യാസ് ആക്ട് നോക്കിക്കേ. bicameral legislature at the center, bicameral legislature in 6 provinces, 321 sections and 10 schedules,
321 എന്നൊക്കെയാണ് നിങ്ങൾ എനിക്കറിയാം പറയാം എന്ന് വെച്ചാൽ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി 321 എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ് വുമൺ ആൻഡ് വർക്കേഴ്സ്, പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രൊവിൻസസ്. അതായത് ഈ ഇംഗ്ലീഷിൻ്റെ ഒക്കെ മലയാളം നാണ്ട് ഈ മെയിലിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വാക്കിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നോക്കണേ, കാരണം ഇതൊക്കെ നമ്മൾ കുറേ ലിങ്ക് ഇട്ടത് കൊണ്ടാണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സവിശേഷതകൾ. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഡോക്ടർ BR അംബേദ്കറിനെ നിയമിച്ചു. നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. അത് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കണേ. അടുത്ത കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അത് തന്നെയാണ്. അതായത് ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946. ദ ഇലക്ടഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ബൈ 26 നവംബർ 1949. കെയിം ഇൻ ടു എഫക്റ്റ് ഓഫ് 26 ജനുവരി 1950 അല്ലേ. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days കേട്ടോ. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം നിങ്ങൾ കേട്ടോ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച്. അടുത്ത ഫെഡറലിസ്റ്റ്, അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? ചിൽഡ്രൻസ് റൈറ്റ് ഉറപ്പാണ് ചോദിക്കുകയത്. കുട്ടികളുടെ അവകാശങ്ങൾ, നിങ്ങളുടെയൊക്കെ അവകാശങ്ങൾ എന്താ? ബാലവേല നിരോധനം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻസ് ആക്ട്, അതുപോലെ തന്നെ ബാലനീതി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്താ? തൊഴിൽ, ബാലവേല, നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന എല്ലാം നിരോധിക്കാനുള്ള എന്താ അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാലനീതി നിയമമുണ്ട്. വിദ്യാഭ്യാസം, പഠിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് എന്നാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് പോക്സോയെ കുറിച്ചാണ്. എന്താണ് പോക്സോയുടെ ഫുൾ ഫോം എന്താവും നിങ്ങളെ? പ്രൊട്ടക്ഷൻസ് ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഓക്കെ, പോക്സോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്നൊരു നിയമമാണ് പോക്സോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനും കുട്ടിയായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ ഓഫീസർ, പോലീസ് ഓഫീസറാണ് കേട്ടോ. CWPO എന്നാണ് അവർ, CWPO കേട്ടോ. എന്താ അവരെ പറയുന്നത്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറാണ് കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പോക്സോയെ കുറിച്ച് അറിയണേ. ഇനി കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ക്രൈമിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? ലഹരി വസ്തുക്കളെ അകറ്റി നിർത്തുക. പിന്നെ അതായത് സ്റ്റേ അവേ ഫ്രം ഇൻടോക്സിക്കൻ്റ്. മാതാപിതാക്കളോട് എല്ലാ വിവരവും തുറന്നു പറയുക. ഓപ്പൺ അപ്പ് ആൾ ദ ഇൻഫർമേഷൻസ് ടു ദ പേരൻസ്. രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരുടെ ഫോൺ നമ്പർ മനഃപ്പാടമാക്കുക. മെമ്മറൈസ് ഫോൺ നമ്പർ ഓഫ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഡു നോട്ട് വേവ് അറ്റ് ഓർ ബോർഡ് അൺഫെമിലിയർ വെഹിക്കിൾ. പരിചിതമില്ലാത്ത വാഹനങ്ങളിൽ കൈ കാണിക്കുകയോ കയറുകയോ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ ആ പഠിപ്പിച്ചപ്പോൾ നല്ലപോലെ പറഞ്ഞു തന്നത്. അതൊക്കെ കേൾക്കുന്നുണ്ടോ? ഇനി വൺവേഡ് നിങ്ങളെ. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526. വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്? ഓക്കെ, ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് കാരണമായ യുദ്ധമായിരുന്നു ഒന്നാം പാനിപ്പട്ട് യുദ്ധം. എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷും തന്നിട്ടുണ്ട്, മലയാളവും തന്നിട്ടുണ്ട്. മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു അക്ബർ. മുഗൾ ഭരണത്തിലെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ അത് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്, പഠിക്കണേ, ഓർഡറിൽ തന്നെ പഠിക്കണേ. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു അക്ബർ. അക്ബർ ഭരണരംഗത്ത് സഹിഷ്ണുതാ നയം പിന്തുടർന്നത് ഏതായിരുന്നു? ജസിയെക്കുറിച്ച് ഉറപ്പായിട്ട് ഒരുപാട് ചോദ്യം ജസിയെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു രാജാ ടോഡർമാർ, രാജാ മാൻസിംഗ്, രാജാ ഭഗത് സിംഗ് ബീർബൽ. തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്ന തദ്ദേശരായ മതപണ്ഡിതൻ എന്നറിയപ്പെടുന്നത് ഖാസിമാർ എന്നായിരുന്നു. ലണ്ടനേക്കാൾ മനോഹരമായ നഗരം എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച മുഗൾ നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി. പിന്നെ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനും അക്ബറിൻ്റെ ഉപദേശകനുമായിരുന്നു അബുൾ ഫസൽ. ഇതിനെല്ലാം ഇംഗ്ലീഷ് ഉണ്ട്, ഞാൻ മലയാളം പെട്ടെന്ന് പറയുകയാണ്. വിജയനഗരത്തിൻ്റെ ഭരണത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് നമ്മുടെ ഹംപി. ഭരണകാര്യത്തിനായി വിജയനഗര രാജ്യത്തെ എത്രയായിട്ട് തിരിക്കുന്നു? 4ആയി തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ഉണ്ട് കുഞ്ഞുങ്ങളെ. വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ. അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അമരനായകന്മാർ. വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്നാണ്. ഭരണകാര്യത്തിനായി വിജയനഗര രാജ്യത്തെ
രാജ്യത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായ നഗരങ്ങൾ ഏതെല്ലാമായിരുന്നു? ആഗ്രയും ഫത്തേപൂർ സിക്രിയുമാണ്. ഇതൊക്കെ ഒരു മാർഗ്ഗമാണ്. വിഷ്ണുഭക്തർ അറിയപ്പെട്ടിരുന്നത് ആഴ്വാർമാർ എന്നാണ്. ശിവഭക്തർ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? നായനാർമാർ എന്നാണ്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു സവിശേഷത എന്താണ്? ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ആഴ്വാർമാരുടെ രചനയിൽ അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യ പ്രബന്ധം. ഇപ്പം നമ്മൾ പറഞ്ഞ അടുത്ത തിരുമുറൈകൾ ആരുടെ രചനകളാണ്? നായനാർമാരുടെ. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? അംഗീകാരവും പരിഗണനയും അവർക്ക് കുറവായിരുന്നു എന്നതാണ്. ഒരുവിധമുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇത് മാത്രം പഠിച്ചാൽ തന്നെ മതി, ഒരു 70% മാർക്കും കിട്ടുമെന്ന് പറയാം. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച സ്ത്രീ രത്നങ്ങളായിരുന്നു ആരൊക്കെ? മീരാഭായി, കാശ്മീരിലെ ലാൽഭേദ്, പിന്നെ സൊയ്റാബായ് ഒക്കെ. ആരാണ് ഈ സൂഫികൾ? ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. സൂഫി ഗുരുക്കന്മാർ അറിയപ്പെടുന്നത് പീർ എന്നാണ് കേട്ടോ. അതൊക്കെ ഒരു മാർഗിൻ്റെയാണ്. സിഖ് മതം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരുനാനാക്ക്. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത് ആദി ഗ്രന്ഥ. സൂഫിയുടെ തലസ്ഥാനമായ ഇപ്പം നമ്മൾ പറഞ്ഞതാ, സൂഫികളുടെ തലസ്ഥാന നഗരങ്ങൾ ഖാൻ ഗാഹുകൾ. ഇപ്പോൾ പറഞ്ഞായിരുന്നു. സൂഫി വിഭാഗങ്ങൾ അറിയപ്പെടുന്നത് സിൽസിലകൾ എന്നാണ്. അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത് 1885 ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണെന്ന് അറിയണേ? 1947 ഓഗസ്റ്റ് 15 ഭരണഘടന നിലവിൽ വന്ന വർഷമായിരുന്നു 1950 ജനുവരി 26. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ സന്ദർശിച്ചത് 1946. ഭരണഘടനയുടെ നിയമനിർമ്മാണ കാലാവധി 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഞാൻ സ്പീഡിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കാൻ മറക്കല്ലേ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒന്നും കൂടി ഇന്ന് എടുത്തത്. ഇതിപ്പോൾ 4 5 വെട്ടമാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ലാസ്റ്റ് നിമിഷം ഞാൻ ഇത് വീണ്ടും ഇടുന്നത്. അടുത്ത ആഴ്ച എക്സാം ആണ്, നോട്ട് കിട്ടുന്നില്ല, ആർക്കും നോട്ട് കിട്ടിയില്ല എന്ന് 3-4 പേര് കമൻറ്റ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിത് വീണ്ടും എടുത്തത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാൽ എന്താണ്? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത അറിയപ്പെടുന്നത് ഭരണഘടന എന്നാണ്. പിന്നെ ഏക പൗരത്വം എന്നാൽ എന്താണ്? ഏക പൗരത്വം, രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. അത് സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക ഒരു പൗരത്വം ഇല്ല കേട്ടോ. വിദ്യാഭ്യാസം മൗലിക അവകാശമായ ഭരണഘടനാ വകുപ്പാണ് 21A. അതൊക്കെ നല്ലപോലെ അറിയണം. 21A. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വന്നത് എന്നാണ്? 2009 ഓഗസ്റ്റ് 4. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലക്ഷ്യം 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു എന്നതാണ്. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ ദ വേർഡ് ഇൻജസ്റ്റിസ്? 4ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ 4. ഇതും കിട്ടാത്തവർ എഴുതിക്കോ. എന്താണ് ഇൻജസ്റ്റിസ്? ഇൻജസ്റ്റിസ് റിഫേഴ്സ് ടു ദ practice of exclusions of individuals from the mainstreams of society, denial of opportunities and social discrimination. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. 1ാമത്തെ എഴുതിയെടുക്കണേ. മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും നിങ്ങളെ. അടുത്ത്, വാട്ട് ഈസ് മാർജിനലൈസേഷൻ? എന്താണ് അരികുവൽക്കരണം അല്ലെ പാർശ്വവൽക്കരണം എന്നാൽ എന്താണ്? മാർജിനലൈസേഷൻ ഈസ് the process of excluding some group from the place where they deserve equal consideration. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. എഴുതിയെടുക്കണേ. അടുത്ത 3ാമത്തത്, കോസസ് ഓഫ് മാർജിനലൈസേഷൻ. കോസസ് ഓഫ് മാർജിനലൈസേഷൻ, അരികുവൽക്കരണത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം? മാർജിനലൈസേഷൻസ് ഒക്കേഴ്സ് ത്രൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ലാൻഡ്സ്ലൈഡ്, സീ എറോഷൻസ് എക്സെട്ര, ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് വാർ, ആക്സിഡന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. അതായത് നമുക്ക് വെള്ളപ്പൊക്കം, അതുപോലെ ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, മുതലായവ പ്രകൃതി ദുരന്തങ്ങൾ മൂലം സ്വതന്ത്രമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? അരികുവൽക്കരണം ഉണ്ടാകുന്നു. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 എഴുതിയാൽ മതി. മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇത് തിരിയുമില്ല. യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴി ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് അരികുവൽക്കരണം സംഭവിക്കുന്നു. മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഇന്റർനാഷണൽ exclusions of the people based on their caste, religion, tribe, gender status. ജാതി, മത, ഗോത്രലിംഗ പദവികളെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലും
അരികുവൽക്കരണം സംഭവിക്കുന്നു. അരികുവൽക്കരണം വെച്ചാൽ മാർജിനലൈസേഷനാണ്. അതുമായിട്ട് ബേസ് ചെയ്ത് ഇംഗ്ലീഷുകാർ അവരുടെ അങ്ങ് എഴുതിയെടുക്കുക, മലയാളംകാർ മലയാളത്തിൻ്റെ അങ്ങ് എഴുതിയെടുക്കുക. ഈ ആകെ 3 വരിയേ ഉള്ളെങ്കിലും അത് മലയാളം ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അങ്ങ് എഴുതിയെടുത്താൽ മതി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പലതരത്തിലുള്ള മാർജിനലൈസേഷൻ ഉണ്ട്. ഒന്നാമത്തെയാണ് സോഷ്യൽ മാർജിനലൈസേഷൻ, സാമൂഹിക പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം. സോഷ്യൽ മാർജിനലൈസേഷൻ ഈസ് എക്സ്ക്ലൂഷൻസ് ഓഫ് പീപ്പിൾ ഫ്രം പബ്ലിക് സ്പേസസ്, ഡിനൈൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്. അതായത് ആളുകളെ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹ്യമായി വിവേചിക്കൽ, ഇവയാണ് സാമൂഹിക പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്കോ, ഡിനേ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെന്റ്, വെൽത്ത് ഡെസ്പൈറ്റ്സ് ഹാവിംഗ് സ്കിൽസ്, കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും സമ്പത്തും സമ്പാദിക്കാനുള്ള അവസരങ്ങൾ അവരെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് എക്കണോമിക് മാർജിനലൈസേഷൻ. അപ്പോൾ പൊളിറ്റിക്കലോ, രാഷ്ട്രീയ പാർശ്വവൽക്കരണം, ബീങ് പൊളിറ്റിക്കലി മാർജിനലൈസ്ഡ് ഡിനൈസ് ദ ഫ്രീഡം ടു വോട്ട് ആൻഡ് ദ ഫ്രീഡം ടു കണ്ടസ്റ്റ് ഇലക്ഷൻസ്. അത് രാഷ്ട്രീയപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം അവരെ നിഷേധിക്കുന്നു എന്നാണ്. അപ്പോൾ 3 മാർജിനലൈസേഷനാണ്, 3 തരത്തിലുള്ള മാർജിനലൈസേഷനാണ് നമുക്ക് പറയുന്നത്. ഏതൊക്കെയാണ്? സോഷ്യൽ മാർജിനലൈസേഷൻ, എക്കണോമിക് മാർജിനലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ. എഴുതിയെടുക്കണേ നിങ്ങൾ, ഇതൊക്കെ കുറേ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അടുത്തത്, ഹൂ ആർ ദ ഗ്രൂപ്പ്സ് ദാറ്റ് മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ അരികുവൽക്കരപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരെല്ലാമാണ്? വുമൺ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിത്, ട്രൈബൽ, മൈനോറിറ്റീസ്, പ്രോവർട്ടി സ്ട്രൈക്കൻ പീപ്പിൾ, റെഫ്യൂജേഴ്സ്, ഡിഫറെൻറ്റ് ഏബിൾഡ് പേഴ്സൺസ്, പ്രിസണേഴ്സ്. അതായത് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതർ, ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേടുന്നത്, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ. ഇതിൻ്റെ എല്ലാം മലയാളം ആയത് കേട്ടോ. ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തപ്പി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എഴുതിക്കോടെ. അടുത്തത്, മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു മൂന്നോ നാലോ 5 ഒക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഫേമസ് ആയ ഒരു 3-4 ഫേമസ് ആയ വ്യക്തികളെക്കുറിച്ച് ഒരു 2-3 പേരുടെ എക്സ്പ്ലനേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതാൻ ചോദിച്ചാൽ അറിയണേ നിങ്ങളെ. മഹാത്മാ അയ്യങ്കാളി നോക്കിയേ, താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. പഞ്ചമി എന്ന ദളിത് ബാലികയെ സവർണജാതിക്കാർ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചമയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ചാണ്. അപ്പം അത് ഇംഗ്ലീഷിലുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ, പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് നമ്മുടെ അയ്യങ്കാളി. വിദ്യാഭ്യാസത്തെ നമ്മുടെ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത്. അതായത് ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വെയർ ഡിനൈഡ് ടു ദ സോ കാൾഡ് ലോവർ കാസ്റ്റ് ബൈ ദോസ് ഹൂ കൺസിഡേർഡ് ദംസെൽസ് as ദ അപ്പർ കാസ്റ്റ്. മുമ്പ് പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ആവുന്നങ്ങളെ. മഹാത്മാ അയ്യങ്കാളി വർക്ക്ഡ് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഡിപ്രൈവ്ഡ്. എ ദളിത് ഗേൾ നെയ്മഡ് പഞ്ചമി, മുമ്പ് ഞാൻ വായിച്ചതിൻ്റെ ഇംഗ്ലീഷ് ആട്ടോ, വാസ് നോട്ട് അലൗഡ് ടു സ്റ്റഡി ഇൻ സ്കൂള്. Here in this, Ayangali came to the school holding Panjami's hand and made her sit in the school. The greatness of Ayangali is the recognized education as a tool for the social transformations. കണ്ടോ, അന്നുമ്പ് പറയേണ്ട ഇംഗ്ലീഷ് ആണ് കേട്ടോ. What were the discrimination faced by the marginalization Dalit group? പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾ എന്തെല്ലാമായിരുന്നു? ദർ വാസ് എ ടൈം വെൻ ദളിത് ഹാഡ് നോ റൈറ്റ്സ് ടു ട്രാവൽ ഓൺ വെഹിക്കിൾസ്, വോക്ക് ഇൻ പബ്ലിക് റോഡ്, വിയർ ഗുഡ് ക്ലോത്ത് ആൻഡ് ആക്സസ് എഡ്യൂക്കേഷൻസ്. ദളിത് വിഭാഗങ്ങൾക്ക് നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ അല്ലെ പൊതുവഴിയിൽ നടക്കാനോ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ വിദ്യാഭ്യാസം നേടാനോ ഉള്ള അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നടന്നിരുന്നത്. ദേ വെർ ഡിപ്രൈവ്ഡ് ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ്, ഡിഗ്നിറ്റി, ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർ നേരിട്ടിരുന്നു. സച്ച് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈസ് എ സീരിയസ് വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് കേട്ടോ നിങ്ങളെ. ഈ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് കണ്ടോ, ഇത് നിങ്ങൾ എഴുതിയെടുക്കണം ഇംഗ്ലീഷുകാർ. എന്നിട്ട് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ മലയാളംകാർക്ക് അതിൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ സ്പീഡിൽ പോയത് നമുക്ക് ഈ 4 ചാപ്റ്റർ ഒറ്റയടിക്ക് തീർക്കേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അതിൻ്റെ മോഡൽ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഞാൻ തന്നായിരുന്നു കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 4 ചാപ്റ്ററിൻ്റെ ഞാൻ ഈ തന്ന നോട്ടുകളെല്ലാം ഉണ്ട്. നിങ്ങൾ ബാക്കി നോട്ട് ഞാൻ ചോദിച്ചത് ഞാൻ കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. അതെന്താണെന്നറിയാമോ, ടെസ്റ്റിൽ ഓൾറെഡി ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് ആ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒട്ടും അറിയുന്നില്ല എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. കാരണം സോഷ്യലിൻ്റെ ഏകദേശം ഒരു 70% നോട്ട് ഞാനിപ്പോൾ തന്നു. ഇനി നിങ്ങൾക്ക് അതിനകത്തിൽ ഏതെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ എല്ലാ ചാപ്റ്ററും കൂടെ നിങ്ങൾക്ക് അടുത്ത ആഴ്ച എക്സാം ആയതുകൊണ്ട് ഇപ്പോഴേ എഴുതാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം ഞാനിത് വീണ്ടും ഇട്ടത്. കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു കുറേ പേർക്ക് 3ാമത്തെ ഒന്നും ചാപ്റ്ററിൻ്റെ നോട്ട് കിട്ടിയില്ല എന്ന്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാനിത് ഇട്ടത്. അപ്പം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് വേണ്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വായിച്ച് അതിന് ശേഷമാണ് ഞാനിത് അടുത്ത പാർട്ട് ഇടുന്നത് കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.